ഹായ്, ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു മുന്തിരിവള്ളി നടുന്ന വീഡിയോയാണ്. ഇതൊരു സീഡ്ലെസ് ബ്ലാക്ക് ആണ്. കറുത്ത കുരുവില്ലാത്ത മുന്തിരിവള്ളിയുടെ തൈയാണ് ഇത്. നഴ്സറിയിൽ നിന്ന് 150 രൂപ നിരക്കിൽ വാങ്ങിയതാണ് ഒരെണ്ണം. പിന്നെ ഞാനും ഇത് ആദ്യമായിട്ടാണ് മുന്തിരിവള്ളി നടുന്നത്. മുന്തിരിവള്ളി നടാൻ അനുയോജ്യമായ സമയം നവംബർ ഡിസംബർ മാസങ്ങളിലാണ്. അതായത് മഞ്ഞ് വീഴുന്ന സമയത്താണ് നമ്മൾ മുന്തിരിവള്ളി നടേണ്ടത്. ഇപ്പോൾ നട്ട് കഴിഞ്ഞാൽ നമുക്ക് വേരുകൾ പിടിപ്പിച്ചെടുക്കാൻ എളുപ്പമായിരിക്കും. അപ്പോൾ മുന്തിരിവള്ളിയുടെ പരിപാലനവും അത് എന്തൊക്കെ വളങ്ങൾ ചെയ്താണ് നമ്മൾ നടേണ്ടതെന്നൊക്കെ നമ്മളെ നഴ്സറിയിൽ നിന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. ഞാനും ഇത് ആദ്യമായിട്ടാണ് നടുന്നത്. അത് വീഡിയോയിലായിട്ട് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നതാണ്. വീഡിയോ പൂർണ്ണമായി കണ്ട് മനസ്സിലാക്കുക. മുന്തിരിവള്ളി നടാൻ ഉദ്ദേശിച്ച സ്ഥലത്തിൻ്റെ അവിടെ നല്ല സൂര്യപ്രകാശം ലഭിക്കുന്ന സ്ഥലമാണെന്ന് ഉറപ്പുവരുത്തുക. അതുപോലെ ഒരു 1.5 അടി താഴ്ചയിലും 2 അടി വീതിയിലുമായിട്ടുള്ള ഒരു വലിയ ഒരു കുഴി എടുക്കുക. ഈ കുഴി നല്ല മണ്ണിളക്കമുള്ള സ്ഥലമായിരിക്കണം. ഈ കുഴിയിലേക്ക് നമുക്ക് വേസ്റ്റ് കരിയിലകൾ ഇട്ട് കൊടുക്കാം. ചപ്പ് ചവറുകൾ കൂട്ടി അത് ആ കുഴിയിലേക്ക് ഇട്ട് കൊടുക്കുക. നമ്മൾ ഈ കുഴിയിലേക്ക് ഒരു കമ്പോസ്റ്റ് കുഴി ആക്കണം. അതിന് വേണ്ടിയാണ് നമ്മൾ ആദ്യം കരിയിലേക്ക് ഇട്ട് കൊടുത്തത്. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ വീട്ടിൽ പച്ചക്കറി വേസ്റ്റ് വല്ലതും ഉണ്ടെങ്കിൽ അതും കൂടെ ഇട്ട് കൊടുക്കുക. നമ്മൾ നടുന്ന മുമ്പ് തന്നെ ഈ കുഴി ഒരു കമ്പോസ്റ്റ് കുഴിയായി വരും. അപ്പോൾ ഇനി ഇപ്പോൾ പച്ചക്കറി വേസ്റ്റും നമ്മൾ കരിയിലേ ഇട്ട് കഴിഞ്ഞ് അപ്പോൾ ഇനി കുറച്ച് മണ്ണ്, ഒരു പകുതിയോളം മണ്ണിട്ട് നമ്മൾ ഈ കുഴിയെ ഒന്ന് മൂടി കൊടുക്കണം. ഇങ്ങനെ മൂടി കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ കുഴി ഒരു കമ്പോസ്റ്റ് കുഴിയായിട്ട് മാറും. ഇപ്പോൾ പകുതിയോളം മണ്ണിട്ട് നമ്മൾ മൂടിക്കഴിഞ്ഞ് ഇനി ഇതിലേക്കാണ് നമ്മൾ ചാണകപ്പൊടി ചേർത്ത് കൊടുക്കണം. ഇത് ഉണങ്ങി നല്ലതുപോലെ പൊടിച്ച് ഉണക്കിയ പച്ച ചാണകമല്ല, ഉണങ്ങിയ ചാണകമാണ്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ആ പകുതിയോളം ചാണകപ്പൊടി ഇട്ട് കൊടുക്കാം. നമ്മൾ ഉണക്കിയ ചാണകം ഇട്ട് ഈ മണ്ണുമായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. നമ്മൾ ചാണകപ്പൊടിയും മണ്ണുമായിട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. കുഴി നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. നമ്മളിപ്പോൾ ഈ കുഴിയിൽ ചെയ്തേക്കുന്ന ജൈവ വളങ്ങളാണ്. നമ്മളെ എല്ലുപൊടിയോ മറ്റ് വേപ്പൻ പിണ്ണാക്കോ അങ്ങനെയൊന്നും ഇപ്പം ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ ഇതുപോലെ കുഴിയിൽ ചാണകം ഇട്ട് നമ്മളിപ്പോൾ നമ്മുടെ മുന്തിരിവള്ളി തൈ നട്ട് വേര് പിടിപ്പിച്ചെടുക്കുക. അതിന് ശേഷം ഒരു 3 മാസം കഴിഞ്ഞിട്ട് വേണം നമുക്ക് അടുത്ത വളം ചെയ്യേണ്ടത്. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ കുഴി തയ്യാറാക്കേണ്ടത്. ചാണകപ്പൊടിയും മണ്ണും നമ്മൾ നല്ലോണം ഇളക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ സെൻറ്ററിൽ വരുന്ന രീതിയിൽ ഒരു ചെറിയ കുഴിയും കൂടെ നമ്മുടെ മുന്തിരിവള്ളിയുടെ ആ കവറിൻ്റെ അത്ര ആഴത്തിൽ ഒരു ചെറിയ കുഴിയും കൂടെ എടുത്തു കൊടുക്കുക. നമ്മൾ ഒന്ന് വെള്ളം നനച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കവറൊക്കെ പൊളിച്ചെടുക്കാൻ നല്ല എളുപ്പമായിരിക്കും. ഇതെടുത്തതിന് ശേഷം ഇതിൻ്റെ അടിയിലുള്ള മണ്ണൊന്ന് നമ്മൾ ലൂസായി കൊടുക്കണം. അപ്പോഴൊന്ന് കട്ടിയുള്ള മണ്ണായിരിക്കും, കവറിൽ ഞെരുങ്ങിയിരിക്കും, വേറൊന്നും ഓടാതെ. അതൊക്കെ ഒന്ന് ലൂസായി കൊടുക്കണം, ഒന്ന് പൊട്ടിച്ച് കൊടുക്കണം. കട്ടിയുള്ള മണ്ണാണെങ്കിൽ ഒന്ന് പൊട്ടിച്ച് നമ്മൾ ആ കുഴിയിലേക്ക് നിർത്തി. അധികം ആഴത്തിലായപ്പോലും ചെറിയ കുഴിയാവാവും. നമ്മൾ സൈഡുകളിൽ മണ്ണിട്ട് നമ്മൾ നല്ലപോലെ ഒന്ന് ഉറപ്പിച്ച് നിർത്തി കൊടുക്കുക. നല്ലതുപോലെ ചിറ്റയൊക്കെ മണ്ണ് ഇട്ട് കഴിഞ്ഞ് നമുക്കതിൽ പച്ചില വളവും കൂടെ ഇട്ട് കൊടുക്കാം. ഈ പച്ചില വെയിലടിക്കാതിരിക്കാൻ വേണ്ടി, തണലിനും വേണ്ടിയാണ്. നമ്മൾ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാലും വെള്ളം ഈർപ്പം നിലനിർത്താനും വേണ്ടി നമുക്കിതുപോലെ പച്ചിലകൾ കൂട്ടി കൊടുക്കാം. പച്ചിലയോ കരിയിലയോ ഒക്കെ അതിൻ്റെ ചോട്ടിലിട്ട് നല്ലപോലെ ഒന്ന് കൂട്ടി കൊടുക്കണം. ഇനി അതിന് ശേഷം നമ്മൾ ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇനി തുടർച്ചയായി നമ്മൾ രാവിലെയും വൈകിട്ടും നമ്മളിതിന് വെള്ളം കൊടുക്കണം. നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന രീതിയിൽ ട്രിപ്പിട്ട് വെള്ളം പറ്റുമെങ്കിൽ അതും ചെയ്യുന്ന, പൈപ്പിൽ ട്രിപ്പ് ചെയ്ത് കൊടുക്കണമെങ്കിൽ അത് നല്ലതാണ്. ഒരിക്കലും ഇതിൻ്റെ വെള്ള ഈർപ്പം മാറാത്ത രീതിയിൽ നമ്മളിത് ഇതുപോലെ ഇലയൊക്കെ മൂടിയിട്ട് നമ്മൾ നല്ലതുപോലെ നനച്ചു കൊടുക്കണം. മുന്തിരിവള്ളിയുടെ വേരൊക്കെ ഓടി വരുന്നവരെ നമ്മൾ എന്തെങ്കിലും ഒരു തണൽ കൊടുക്കണം. അപ്പോൾ ഇതുപോലെയുള്ള എന്തെങ്കിലും ഒരു ഷെയ്ഡായിട്ടൊന്ന് വെയിൽ വരുന്ന ഭാഗത്ത് ഇതുപോലെ ഒന്ന് തണൽ കൊടുത്താൽ മതി. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എൻ്റെ ചാനലിനെയും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇതിലെയും വ്യത്യസ്തവും ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി ഇനിയും കാണാം.